തങ്കത്തിന് ഫോട്ടോ കാണിക്കുന്നു. ഓണായോ? ഇതിങ്ങനെ ആണോ? നമുക്ക് അറിയാതെ പിള്ളേരിലാണോ? കണ്ട പരിചയമുണ്ടല്ലോ. നമ്മുടെ ആക്കി കിടന്ന് കിട്ടിയുണ്ടോ? ഞാൻ നിങ്ങളെ കിട്ടി ഓടി വന്നു. രണ്ടാൾ കീറിയിരിക്കും. എങ്ങനെ ഞെക്കി പിടിച്ചിട്ടായി. ഞാനതാ വിളിച്ചത് നിങ്ങളെ. സർട്ടിഫിക്കറ്റ് പേര് വല്ലതും വയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ കിടക്കുന്നു, ഫോൺ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കി ഈ ടവലെ കണ്ട്. വണ്ടി കയറിയിട്ടുണ്ടോ? വണ്ടി കയറി തെറിച്ചു പോയതാ. സാധനം കണ്ടപ്പോ തന്നെ എടുത്തു. എന്നെ സംഭവം നോക്കിയത്. അതായത് നിങ്ങളുടെ വീട്ടോട് നേരെ കയറി ചെന്നു. നിങ്ങളുടെ വീട്ടിൽ ചെന്നു. ഇവിടെ ഉണ്ടായിരുന്നു. എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഈ സാധനം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കവറുമില്ല. പോലീസുകാരെ കിട്ടിയെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് എടുത്താൽ അല്ല, ഇത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം. അതെ, ഞെക്കി പിടിക്കും ഓണാവുന്നുണ്ടല്ലേ? ഇവിടെ ഞെക്കി പിടിക്കുമ്പോൾ ഓണാവും. ഫിംഗർ പ്രിന്റ് ലോക്കല്ലേ കിടക്കുന്നത്. തിരിച്ചു വന്നു ഒന്നും കൂടെ കാലം കൊണ്ട് തട്ടി നോക്കിയപ്പോ ഫോൺ തന്നെ. എടുത്തു. നമസ്കാരം. ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്ന് നമ്മുടെ മീനടം പുത്തമ്പരപ്പടിക്ക് സമീപം താമസിക്കുന്ന മധുരഞ്ചേരിലെ അനീഷാണ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് ഞണ്ടുകുളം പാലത്തിന് സമീപം റോഡിൽ കിടന്നൊരു മൊബൈൽ ഫോൺ കിട്ടി. അപ്പൊ അതെന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ആ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അത് താഴെ വീണിട്ടുണ്ട്. അതിന്റെ ഡിസ്പ്ലേ ഒക്കെ അതെല്ലാം ചില വിട്ട് നിൽക്കുകയാണ്. എന്നാൽ ചില സമയത്ത് അത് ഓൺ ആകത്തുള്ളൂ ഞെക്കി പിടിക്കുമ്പോഴത്തേനും. അപ്പൊ നമുക്ക് ഉടമയെ കണ്ടുപിടിക്കാവുന്നതാണ് കൂട്ടില് ഞാൻ അനീഷിനെ ഫോൺ മേടിച്ചു. അപ്പൊ ഞാൻ അനീഷിനോട് ചോദിച്ചു, അനീഷെ ഫോൺ മാത്രമേ ഉള്ളായിരുന്നു, അതോ അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, കവർ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിച്ചപ്പോ തന്നെ ഒന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. എന്നാൽ അനീഷ് തിരിച്ച് മീനടത്തിന് പോയ വഴിക്ക് വീണ്ടും അവിടെ ഒന്ന് തപ്പിയപ്പോഴത്തേന് അവിടെ കിടന്ന് ഫോണിന്റെ ഒരു കവറും കിട്ടി. അതിന്റെ അകത്തൊന്നും കുറച്ച് പൈസ കവറിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ അനീഷ് എന്നെ വിളിച്ച് പറഞ്ഞു ഇതിന്റെ അകത്ത് പൈസയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് അനീഷ് വീണ്ടും പൈസ എന്റെ കയ്യിൽ തന്നു. ആ കവറും എല്ലാം ചെക്ക് ചെയ്തു. അപ്പൊ ഞാൻ അതിന്റെ ഉടമയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. എവിടെ കിടന്നാ കിട്ടിയേ? ആണോ? അത് തെറിച്ച് പേഴ്സായിട്ടുണ്ടോ? ഇല്ല, മൊബൈൽ കവറിനകത്ത് ഇതിന്റെ അകത്തൊന്നും തെറിച്ച് പോയതല്ലേ? പൊട്ടിയിരിക്കുന്നല്ലേ? വണ്ടി കയറിയിട്ടുണ്ട്. അതിന്റെ അകത്ത് തന്നെ വെച്ചേക്കാം. ചോദിച്ചില്ലേ? ഞാനത് വന്നപ്പോ ആ ലൊക്കേഷനിൽ അല്ല, എനിക്ക് തോന്നി ഫോണിന്റെ അകത്ത് സാറിന് മിക്കവരും കവർ കാണും ഇതിന്റെ അകത്ത്. അതന്നെയാണ് നമുക്ക് എത്തിക്കാം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് തപ്പി തന്നാ എല്ലാരും വേറെ ഞാൻ പോകുന്ന ഞാൻ വീട്ടോട്ട് പോയത്. അന്നേരം എന്നെ ജസ്റ്റ് നോക്കിയേക്കാം. അതല്ല, ഇത് വേറെ വല്ലവരും കിട്ടുമോ പൈസ? നമുക്ക് നമ്മള് കുരിപ്പിക്കാനല്ല. അതുകൊണ്ട് കിട്ടി വന്ന് നോക്കിയേക്കാൻ പറഞ്ഞ നോക്കിയത്. എനിക്ക് തോന്നി നന്നായി പേഴ്സിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ട്. എനിക്ക് ഞാൻ പട്ടിക്ക് തീറ്റി മേടിച്ച് ഞാൻ തിരിച്ചു പോവാ, വീട്ടോട്ട് പോവാ. തിരിച്ച് 8:30 റാസാണ് അവിടെ താഴത്തെ പള്ളി. അതിന് പോയാൽ മതി. ഞാൻ തിരിച്ച് പട്ടിക്ക് തീറ്റി കൊടുത്തില്ലെങ്കിൽ അത് കുഞ്ഞു പോയി പട്ടിയാ. വേറെ വല്ലവരെയും കിട്ടിയ ആ പൈസ എടുത്ത് കവർ ദൂരെ കളഞ്ഞ അതിലേക്ക് പോയില്ലേ? അതെ അതെ. ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേന് കോള് വന്നു. ജോർജ് കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ വിളിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതുപോലെ ഒരാൾക്ക് വഴി കിടന്ന് കിട്ടിയിട്ട് എൻ്റെ തന്നതാണ് എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആടെയാണ് ഫോണ്. അവർ ഈ കിണർ തേകുകയും മോട്ടറും കൊണ്ട് പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അന്നേരത്തേന് അത് പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിക്കപ്പിൻ്റെ മോളി വെച്ചതാണ്, അവിടുന്ന് തെറിച്ച് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോടെ പടമാണ് സ്ക്രീൻ സേവറായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വൈകിട്ട് ഫോൺ മേടിക്കാൻ വീട്ടിൽ വന്നു. അപ്പോൾ അവർ പണിസ്ഥലത്തു നിന്ന് വന്നുകൊണ്ട് രണ്ടുപേരും വീട്ടിലോട്ട് കയറുന്നില്ല. ഞാൻ വിളിച്ചപ്പം വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. അപ്പം മീനടങ്കാരനാണ് ജോർജ് കുട്ടി. ജോർജ് അവർ വീട്ടിൽ നിന്ന് ഇപ്പം എന്നെ വിളിച്ചാൽ അവർ ഇങ്ങോട്ട് വരിക ആണോ? നിങ്ങൾ തന്നെ കേറി പോവാ. അവന്മാര് വണ്ടി കൊണ്ട് പോകുന്ന കൊടുത്ത് വണ്ടിയുടെ ടോപ്പയിൽ സംഭവിച്ച ഇതിന്റെ അകത്ത് മീനടത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ആ പള്ളിയില്ലേ, പൊട്ടമലപ്പള്ളിയുടെ താഴെയുള്ള പുള്ളിക്കാണ് ഫോൺ കിട്ടിയത്. അതെ. അപ്പോഴത്തേന് എന്നോട് വന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഉടമയെ തപ്പിപ്പിടിച്ച് കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോൺ ചില സമയത്ത് ഓൺ ആകുന്നുണ്ട്. താഴെ പോയിട്ട് അതിപ്പോ ചെറിയ പരിപാടി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വിട്ട് നിൽക്കുക, അതൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമില്ല. ചേട്ടൻ നോക്കിക്കേ എന്റെ പൊന്നു ചേട്ടാ, വിശ്വാസത്തിന്റെ അല്ല ചേട്ടാ. നമ്മുടെ പൈസ എന്ന് പറയുന്നത് നാളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളെ തമ്മിൽ പിന്നെ ഒരു സംസാരത്തിന് വരരുത്.
2000 രൂപ. ഉണ്ടല്ലോ. അതെന്ത് തേണ്ട ഇതാണ് ഫോണ്. ഈ ഫോണിന്റെ ഇതിങ്ങനെ തന്നെ പിടിക്കാവുള്ളൂ. ഇതിന്റെ ഈ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞിരിക്കുക താഴെ വീണത്തിട്ട് പോയതാണ്. കോൾ എടുക്കുന്നതിനോ വിളിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഡിസ്പ്ലേ ഒന്ന് ഒട്ടിക്കണം. ഇനി താഴെ പോയത് ഫോൺ. ഇനി താഴെ പോയ ഇനി ഞാൻ ഗവർണറിനകത്ത് കയറ്റി വെക്കുക. ഇനി ഇറങ്ങി വന്നു വേറെ കാര്യം. ചേട്ടന്റെ മോടെ ഫോട്ടോ ഉണ്ട്. അത് ഫോണെ കിടക്കുന്നുണ്ടോ? അവള് ഗ്രാജുവേഷൻ കഴിക്കുന്ന ഫോട്ടോ. അത് തന്നെ ഇത് മനോരമയുടെ വണ്ടിയാ. അത് ശരിയാ. ഇത് നിങ്ങളുടെ കിട്ടിയോണ്ട് എനിക്കിത് കിട്ടി. കാശ് എനിക്കൊരു വിഷയമല്ല. നിങ്ങളുടെ ഫോൺ കിട്ടിയോണ്ട് എനിക്കിത് കിട്ടി. അനീഷിനെ കിട്ടിയോണ്ട് അല്ല, അനീഷിനെയാണ് നമ്മൾ പറയുന്നത്. അനീഷിനെ കിട്ടിയോണ്ട് അനീഷിനെ കിട്ടിയോണ്ട് ഇവിടെ കിട്ടി. വേറെ കിട്ടിയത് ഇവിടെ കിട്ടിയല്ല. കാശ് കൊടുത്തിട്ട് അനീഷ് കൊണ്ട് ഇവിടെ ഏൽപ്പിക്കണമല്ലോ. അല്ല, അനീഷിന് ആദ്യം കാശ് കിട്ടിയില്ല. ആദ്യം ഫോൺ മാത്രമായിട്ടാണ് കിടന്നത്. തെറിച്ചു പോയപ്പോ കവറിന്റെ അതും തെറിച്ചു പോയി. അപ്പൊ അനീഷിനോട് ഞാൻ ചോദിച്ചായിരുന്നു ഫോൺ മാത്രം ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ അനീഷ് അവിടെ രണ്ടാമത് അതിലെ പോയപ്പോ ഒന്നും കൂടെ അവിടെ തപ്പിയപ്പം വഴി കിടന്ന് കവർ അന്നേരം എന്നെ വിളിച്ചു. ഞാൻ പുതുപ്പുള്ള നിൽക്കായിരുന്നു. ഞാൻ പിന്നെ ഓടി വന്നു. അപ്പൊ അന്നേരം പൈസ എന്നെ ഏൽപ്പിച്ചു. അങ്ങോട്ട് പോകുമ്പോ അനീഷിന് അവന്റെ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഞാന് ഒരു സാധാരണ മണിക്കാരനാണ്. രാത്രി പത്രത്തിൽ ചേട്ടാ നമുക്ക് സത്യം ഉള്ളതുകൊണ്ടല്ലോ നമുക്ക് തിരിച്ചു കിട്ടിയ. പകല് കിണർ വേച്ചും പരിപാടിയുള്ളതാണ്. അതുകൊണ്ട് എന്തേലും പണിയുണ്ട് ആയിക്കോട്ടെ. അപ്പം ഇത് വലിയൊരു അനുഗ്രഹം. നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ട, കുഴപ്പമില്ല. നിങ്ങള് ഇത് ചെയ്യുന്നയാളാണ്, എനിക്കറിയാം. ഞാനത് ഫോളോ ചെയ്യുന്നയാളുമാണ്. ജോർജ് ടി ആയിപ്പെന്ന് പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. കടയുണ്ടായിരുന്നു സർവത്ര കേസിനെ ഞാൻ എപ്പോഴും വന്നിട്ട് ഇവരിവിടെ കടയിൽ വന്നോണ്ടിരുന്നു. രാത്രി വീട്ടിൽ പണിയാ. എനിക്ക് മനസ്സിലായി പണിയാണ്. അതിനിടയ്ക്ക് എന്റെ കൂട്ടുകാരന് വണ്ടി കൊടുത്തു വിട്ടതാ, ശകലം തടി കയറ്റാൻ. അവര് വണ്ടിയിലോട്ട് പോന്നപ്പോ ഈ ഫോൺ അവരുടെ മിസ്സായി പോയതാ. പറ്റിപ്പോയി. അത് സാരമില്ല. അത് അനീഷിന്റെ കിട്ടി. അനീഷ് നിങ്ങളുടെ തന്നു. സന്തോഷം. ഇനിയും വീണ്ടും ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ ഒന്നല്ല, ഫോൺ പോയിട്ടല്ല, അല്ലാതെ ഞാൻ വന്നു കണ്ടോ. മറ്റുള്ളവർക്കാണേലും ഇതുപോലെ എന്ത് കാര്യങ്ങളാണല്ലോ. അല്ല, അത് ഇവിടെ കിട്ടിയ അത് നമുക്കറിയാം. അനീഷേ, നമ്മുടെ ഫോണിന്റെ ഉടമ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി കൊടുക്കാം. പൊട്ടവലപ്പള്ളിയുടെ ഭാഗത്തിലുള്ള അനീഷ്. അതെ. അനീഷേ, നിനക്ക് ആ ഫോണിന്റെ ഉടയക്കാരനെ അറിയാവോ? എല്ലാം അറിയാവോ? നിന്റെ ആ വീടിന്റെ ഭാഗക്കാർ തുണ്ടിയിലെ ജോർജ് കുട്ടി വന്ന് കിണർ കഴിയായിരുന്നു. ഇവിടെ കൊടുക്കാം, ബാക്കി ഇവിടെ പറഞ്ഞു. ഹലോ അനീഷേ, അദ്ദേഹത്തിന്റെ ആണ് ഫോൺ. എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോണും കൊടുത്തിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയായിരുന്നു രണ്ടാമത് വന്ന് പൈസ ഇത് കിട്ടിയത് കാര്യമൊക്കെ പറയായിരുന്നേ. നാളെ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരും. ഏതാ കേൾക്കുന്നുള്ളൂ, പറഞ്ഞു. ഇല്ല, പൂക്കിറ്റൊന്നും അല്ല. ഞങ്ങള് നല്ല വെളിയോടെ നമ്മുടെ ഉറുമ്പയിലെ ഒരു തൊപ്പി വെച്ച പങ്കജ്. അതുകൊണ്ടാ മനസ്സിലാകാതെ. അതെന്റെ മകളാടാ, ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന. മിനിയാൻ നമ്മൾ കണ്ടതല്ലേ. ആയിക്കോട്ടെ. എല്ലാ കാര്യത്തിലും പിന്നെ എന്തിനും എന്റെ കൂടെ കാണണം. പിന്നെ അതെ, തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും നമ്പർ ഉണ്ടല്ലോ. ആക്കുവോ, കിണർ വെടിവെക്കുവോ, കിണർ തെയ്യുവോ, കിണർ റിങ്ങിറക്കാണോ, എന്ത് വർക്കുണ്ടെങ്കിലും ആയിക്കോട്ടെ. തീർച്ചയായിട്ടും വിളിച്ചോളൂ. എന്നെ ബേസിക്കൽ നോക്കൂ. ആയിക്കോട്ടെ. വെൽ ക്ലീൻ ഗ്രൂപ്പ്. ആയിക്കോട്ടെ. ഇവിടെയുണ്ട്. ആയിക്കോട്ടെ. ഒരിക്കലും ആയിക്കോട്ടെ. ശരി. കുഴപ്പമില്ല, ഒന്നുമില്ല. സന്തോഷം. ഒന്നും വേണം. ആയിക്കോട്ടെ.